എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ക്രിപ്റ്റോയിൽ കൂടുതൽ ട്രേഡ് എടുക്കുന്ന നമ്മൾ സ്റ്റോക്കിനകത്ത് നമ്മൾ എടുക്കുന്ന അതേ രീതി തന്നെ, പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോക്കിൻ്റെ കൂട്ടല്ല, ഇതിനകത്ത് ഹെവി മൂവ്മെൻറ്റ് വരും. അപ്പോൾ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിൽ കൂടെ. അപ്പോൾ ഇത് ബിറ്റ് കോയിനും ഡോളറും ക്രൂഡ് ഓയിലും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രയോജനമാകും. അത് കണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മൾ നോർമൽ ഇപ്പോൾ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, ട്രേഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ നോർമൽ എടുത്തേക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്തുനിന്നാണ് നമ്മൾ ചാൻസ് കിട്ടുമ്പം പറഞ്ഞു കൊടുക്കുന്ന ഗോൾഡ്, ബിറ്റ് കോയിന്, US ഓയില്, എതീറിയം, പിന്നെ ബ്രിട്ടീഷ് പൗണ്ട്, US ഡോളർ എന്ന് പറയുന്ന ജപ്പാൻ്റെ കറൻസി, അതുപോലെ പിന്നെ ഡോളർ ഇൻഡെക്സ്. ഇതിനകത്തൊക്കെ നമുക്ക് നല്ല ചാൻസുകൾ വരും. ഇതിനകത്ത് ഹെവി മൂവ്മെൻറ്റ് വരുന്നത് പിന്നെ ഗോൾഡ്, ബിറ്റ് കോയിന്, എതീറിയം. ബാക്കിയൊന്നും ഇതിനകത്ത് അത്ര ഹെവി മൂവ്മെൻറ്റ് വരത്തില്ല. പക്ഷേ ആ ഹെവി മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് നല്ല ചാൻസ് കിട്ടും. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. നമ്മളവിടെ എവിടെയെല്ലാം പോയി എൻട്രി എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും പണി കിട്ടുന്നത്. നമ്മൾ ചാൻസ് കിട്ടി, നമുക്കൊരു ഫസ്റ്റ് ചാൻസ്, ഇപ്പോൾ ഒരു സെല്ലിങ് ചാൻസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സെല്ലിങ് ചാൻസ് വരുന്നിടത്ത് നമുക്ക് ഫസ്റ്റ് എൻട്രി കൊടുത്തിട്ട് ചില സമയത്ത് അവിടുന്ന് നമ്മൾ എൻട്രി ചെയ്താൽ അവിടുന്നും ചിലപ്പോൾ കയറിപ്പോകും. ആ സമയത്ത് നമുക്ക് ആവറേജ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരാൻ, നോർമൽ നമ്മൾ എൻട്രി എടുക്കുന്നിടത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഇത് വെച്ചിട്ട് CPR-ഉം പ്രഡിക്റ്റീവ് ചാനലും പിന്നെ VWAP ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും ഏകദേശമൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് CPR വെച്ചിട്ട് നമുക്കൊരു നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി CPR ഇട്ടിട്ടുണ്ട്, പ്രഡിക്റ്റീവ് ചാനൽ. ഇതെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ. VWAP ഒന്ന് തൽക്കാലത്തെ. ഇപ്പോൾ പ്രഡിക്റ്റീവ് ചാനലിൻ്റെ CPR വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, CPR-ന് മെയിനായിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതാണ് CPR-ൻ്റെ റേഞ്ച്. CPR സെൻട്രൽ, ഇത് സെൻട്രൽ ഏറ്റവും മുകളിലുള്ളത് ടോപ്പ് CPR, ഇത് സെൻട്രൽ CPR, ഇത് ബോട്ടം CPR. ഇതിന് മുകളിൽ ഈ ബ്ലാക്ക് കാണാം, CPR-ൻ്റെ മുകളിൽ കാണുന്ന ബ്ലാക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ. അതിനുശേഷം ഈ ബ്ലൂ കളറിൽ കാണുന്ന റെസിസ്റ്റൻസ് 1, 2, 3, 4 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ CPR-ന് താഴെ കാണുന്ന ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോ. അതായത് അതിനുശേഷം CPR-ന് താഴെ കാണുന്ന റെഡ് കളറിൽ കാണുന്ന സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3, സപ്പോർട്ട് 4 അങ്ങനെ വരും. 4 സപ്പോർട്ടും 4 റെസിസ്റ്റൻസും CPR ലെവലുമാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ആദ്യം ഇതിപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് ആ ഇൻഡിക്കേറ്റർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ എന്നുള്ള ഇതിൽ പോവുക. നമ്മൾ CPR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഇത് വരും. അപ്പോൾ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ CPR ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ലേസി ചാർജർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് 1.3K മാത്രമേ ആൾക്കാരുള്ളൂ. അപ്പോൾ അതിൽ ഈ ഒരെണ്ണമാണ് എടുക്കേണ്ടത്. ഇതെടുത്തിട്ട് അതിനകത്ത് ഈ സെറ്റിങ്സ് അന്നേരം നോർമലായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് സെറ്റിങ്സ് ഇത് ചെയ്യണം. അപ്പോൾ ഇതിൽ CPR എന്നുള്ള ഇതുണ്ട്, അതിൽ പോയി സെറ്റിങ്സിൽ പോവുക. നമുക്കിഷ്ടമുള്ള കളറുകൾ കൊടുക്കുക. നമുക്ക് പിന്നെ CPR ലെവലിൽ ഞാനിവിടെ പിങ്ക് കളറാണ് കൊടുത്തേക്കുന്നത്. റെസിസ്റ്റൻസിന് ബ്ലൂവും, പിന്നെ ഡെയിലി, ഇതെല്ലാം നമ്മൾ ഡെയിലിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് വീക്ക്ലി, മന്ത്ലി അല്ല, നമ്മൾക്ക് ഡെയിലി മാത്രം മതി. ഡെയിലി റെസിസ്റ്റൻസും CPR-ഉം ഡെയിലി സപ്പോർട്ട് ലെവലുകളും മാത്രം മതി. പിന്നെ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, അത് ഞാൻ ബ്ലാക്ക് കളറിൽ കൊടുക്കും. നമ്മളിവിടെ ഫസ്റ്റ് എൻട്രി എടുക്കുമ്പോൾ ഇവിടെ കളർ കൊടുക്കുക. ഇതിനെ ടിക്ക് ചെയ്യണം. വേണ്ടാത്ത എല്ലാം അൺടിക്ക് ചെയ്ത് കളയണം. ഇതെല്ലാം അൺടിക്ക് ചെയ്ത് കളഞ്ഞതാ. ഫസ്റ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം ടിക്ക് എല്ലാത്തിലും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഡെയിലി CPR-ൻ്റെ പിന്നെ റെസിസ്റ്റൻസ് ലെവലുകളും സപ്പോർട്ട് ലെവലുകളും പിന്നെ CPR-ഉമാണ് വേണ്ടത്. എന്നിട്ട് അതിനകത്ത് തന്നെ ഈ ലൈന് വരുന്ന നോർമൽ എടുക്കുമ്പോൾ വേറെ ഇതായിരിക്കും, സർക്കിളായി കിടക്കുന്നത്. നമ്മൾ ഈ ലൈൻ എല്ലാം അതിനകത്ത് സെലക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് സെലക്ട് ചെയ്തില്ല, വേറെ അതിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. എന്നിട്ട്
ഇവിടെ സേവ് ആസ് ഡിഫോൾട്ട് എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ CPRന്റെ ഈ സെയിം സെറ്റപ്പ് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇന്നത്തെ തലേ ദിവസം നല്ലൊരു അപ്പ് ട്രെൻഡ് തന്നതാണെങ്കിൽ ഇപ്പം ഇവിടെ നമുക്ക് നോക്കാം, ഒരു ഡേ ആണ്. ഈ ഒരു ഡേ, അടുത്ത ഡേ ഇവിടെ തൊട്ട് ഇവിടം വരെ. ഇപ്പോ ഇവിടെ നോക്കിയാൽ ഇത് തലേ ദിവസം ഇച്ചിരി നല്ല മൂവ്മെന്റ് തന്ന ഇതാണ്. അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കാൻ ഇവിടെ നമുക്ക് നല്ല മൂവ്മെന്റ് തന്നു, ഒരു ഹൈ അടിച്ചു, അതിനുശേഷം ഏകദേശം ഒരു കുറച്ച് താഴോട്ട് വന്നിറങ്ങി. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തലേ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈ ഇതാണ്, ഈ ഹൈ. അപ്പൊ ഇത് ഈ റേഞ്ച് വന്നിട്ട് അതല്ലെങ്കിൽ R1 റേഞ്ച് വന്നിട്ടോ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെങ്കിൽ ഇവിടെ ആ റേഞ്ച് വരാതെ തന്നെ താഴോട്ട് പോയി. ഓക്കെ, താഴോട്ട് പോകുമ്പം നമ്മൾ പിന്നെ ഇവിടെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് കയറാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ CPR ലെവലിൽ താഴെ പോയപ്പോൾ നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് ചെറിയൊരു പിന്നെ ഇതും പ്രതീക്ഷിക്കാം. എന്താണ്, ഈ സപ്പോർട്ട് ലെവലുകളിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ടോ എന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കും. ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് പ്രീവിയസ് ഡേ ലോ ആണ്. ഇത് പ്രീവിയസ് ഡേ സപ്പോർട്ട് 1. അപ്പം ഇതിന് താഴെ വന്നിട്ട് ഇത് തിരിച്ച് കയറുന്നുണ്ട്. അപ്പം നമ്മളിവിടെ വൺ സൈഡ് ഇറങ്ങി, ഇവിടെ പ്രീവിയസ് ഡേ ലോ അടിച്ച് ഇറങ്ങി, എന്നിട്ട് തിരിച്ച് പ്രീവിയസ് ഡേ ലോയുടെ മുകളിലോട്ട് കയറി. ഈ സമയത്ത് നമുക്കിവിടെ ബൈ ചാൻസ് എടുക്കാം. പക്ഷെ ബൈ ചാൻസ് എടുത്തിട്ട് ആ ലോയുടെ താഴോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കരുത്. നമ്മൾ ഷെയറിനകത്തൊക്കെ ഇട്ട് വെക്കും, പക്ഷേ ഇതിനകത്ത് ഇട്ട് വെക്കരുത്. വന്ന് താഴോട്ട് ട്രേഡായി നിൽക്കുന്ന കണ്ടാൽ നമ്മൾ കട്ട് ചെയ്തോളാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്താൽ ഇപ്പം 1,10,523 എന്നത് 1,11,120 മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, വീണ്ടും ഇത് ഇവിടെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറുന്നുണ്ട്. പല പ്രാവശ്യം ഇവിടെ നമുക്ക് നിറയെ പ്രാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ ഇത് എടുക്കാൻ കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തതിൻ്റെ മുകളിൽ ട്രേഡ് ആവുക. പിന്നെ ഇത് എപ്പോൾ ഇത് ലോ ബ്രേക്ക് ചെയ്യുന്നാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നീ താഴോട്ട് പോകുന്ന എൻട്രി എടുക്കുന്ന റിസ്ക് ആണ്, പക്ഷേ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് വീണ്ടും ഇത് നല്ല രീതിയിൽ ഇത് താഴെ പോയി, ഇവിടെ നോക്കിയാൽ അറിയാം, അടുത്ത സപ്പോർട്ട് S2A വന്നിട്ട് തിരിച്ച് കയറി. അപ്പം നമ്മളിവിടെ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല ഹെവി മൂവ്മെന്റ് അത് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി കഴിഞ്ഞാൽ ഏത് സമയം മേപ്പോട്ട് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ നല്ല ചാൻസ്. ഇപ്പൊ ഇതിവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ ലാസ്റ്റ് ടൈമിൽ നല്ല രീതിയിൽ കയറി പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്നിട്ട് ഈ കയറിയിട്ട് നോക്കി നല്ലൊരു കയറ്റം കയറി, എന്നിട്ടൊരു കുറച്ച് താഴെയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഇതിനകത്ത് നല്ല ഹെവി മൂവ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മൂവ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ CPR വന്നിട്ട് ചെറിയ നാരോ CPR ആകുമ്പോൾ നല്ല ട്രെൻഡിങ് ചാൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങിൽ വലിയ മൂവ്മെന്റ് കൊടുത്തിട്ടില്ല, പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, CPRന്റെ തന്നെ ഓപ്പൺ ചെയ്തു, കുറച്ച് താഴോട്ട് വന്നു, അതിനുശേഷം തിരിച്ച് കയറി, എന്നിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി പുതിയ ലോ അടിച്ചു. അതിപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഒരു പുതിയ ഹൈ, ഇവിടെ ഒരു ഹൈ വന്നതിന് ശേഷം പുതിയൊരു ലോയും അടിച്ചു. അപ്പോൾ തിരിച്ച് ഈ ഹൈ ബ്രേക്ക് ആണ് ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. ഇത് ഹൈ ബ്രേക്ക് ചെയ്തു, നല്ല മൂവ്മെന്റ് കൊടുത്തു. അതിനുശേഷം ഇത് നമുക്കിവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് R1 റേഞ്ചിൽ നിന്ന് കുത്തനെ കയറുന്നു, വൺ സൈഡ് ഇവിടെ കയറിയിട്ട് ഇവിടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ചാൻസ് തന്നിട്ടില്ല. പക്ഷേങ്കിൽ ഇവിടെ തിരിച്ച് വരുന്നുണ്ട്. തിരിച്ച് വരുമ്പം ഇവിടെ സപ്പോർട്ട് എടുത്ത് പിന്നെ മേപ്പോട്ട് കയറുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ലാസ്റ്റ് ടൈമിൽ തന്നെ ഇവിടുന്ന് അടിച്ച് നല്ല രീതിയിൽ പോയി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ചാൻസ് താഴോട്ട് കിട്ടും. നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം, ഇപ്പം ഒരു നല്ലൊരു അപ് ട്രെൻഡ് വന്നു, അതിനുശേഷം കുറച്ചിറങ്ങി പിറ്റേ ദിവസം അത് കയറി വരുവാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1 R2 റേഞ്ചിൽ നിന്ന് തിരിയുവാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല ഡൗൺ ട്രെൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഡൗൺ ട്രെൻഡിൽ പോയ ദിവസത്തെ നോക്കാം.
കണ്ടിട്ട് ഈ ഡേയിൽ ഡൗൺ ട്രെൻഡിൽ പോയി, നല്ല ഡൗൺ ട്രെൻഡിൽ പോയതാണ്. ഇവിടുന്ന് നല്ല ഡൗൺ ട്രെൻഡിൽ പോയി ഇവിടെ ലോ അടിച്ചു. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ അടിച്ചിട്ട് പോയി ക്ലോസ് ചെയ്ത കുറച്ച് മുകളിലോട്ടാണ് പോയി ക്ലോസ് ചെയ്തത്. മുകളിൽ പോയി ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റായിട്ട് ഓപ്പണായി. ഇവിടെ നോക്കിയാൽ അറിയാം പ്രീവിയസ് ഡേ ലോയുടെ താഴെ വന്നു നേരെ പെട്ടെന്ന് കയറി. നമ്മൾ ഈ പ്രീവിയസ് ഡേ ലോയുടെ താഴെ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്ത 1,07,500 റേഞ്ച് തന്നെ 1,80,900 നല്ല പോയിന്റാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ പോയി, ഒരു നല്ല ഡൗൺ ട്രെൻഡിൽ പോയി അതിനുശേഷം പിറ്റേ ദിവസം പ്രീവിയസ് ഡേ ലോ അടിച്ചിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ അത് ഈ CPR ലെവലേ വന്നിട്ട് സപ്പോർട്ട് ഇത് റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ CPR ലോവർ ലെവലിൽ അത് ഹെവി റെസിസ്റ്റൻസ് ആണ്. എന്നിട്ട് ഇത് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും ലോ അടിച്ചിട്ട് നേരെ കുത്തനെ ഇങ്ങനെ കയറി വരും. അതായത് വരച്ച് കാണിക്കാം. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നാൽ ഉറപ്പായിട്ട് ഈ CPR മുകളിൽ കുറച്ച് ട്രേഡ് കയറി വന്നാൽ ഇവിടുന്ന് കുത്തനെ ഇറങ്ങി വരും ഈ സാധനം. നല്ല ലോയിൽ നിന്ന് കയറി വരികയാണ്. അതുപോലെ ഇടയ്ക്കൊന്ന് കട്ടായി പോയായിരുന്നു. നമ്മൾ CPR വെച്ച് നിൽക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യം അത് ഞാൻ ജസ്റ്റ് പറയാം. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഒന്ന് വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഹൈയിൽ ഇപ്പം ഇവിടെ നോക്കിയാൽ ഒരു ഹൈ അടിച്ചു പോസിറ്റീവായിട്ട് വന്നതിന് ശേഷം കുറച്ച് ഡൗൺ ഇറക്കി വന്നിട്ട് ഇതായി ക്ലോസ് ആയി. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റേഞ്ച് വന്നിട്ട്, അതായത് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങാം. പക്ഷെ ഇവിടെ ആ റേഞ്ച് വരുന്നതിന് മുന്നേ ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ ഇത് വരുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് വരാൻ സാധ്യത. പിന്നെ നമ്മൾ ഈ നല്ലതായിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ നോക്കിയാൽ കുത്തനെ ഒരു ഇറക്കമാണ് ഇറങ്ങിയത്. കുത്തനെ നല്ല രീതിയിൽ ഇറങ്ങി പ്രീവിയസ് ഡേ ലോയും S1 എല്ലാം അടിച്ച് താഴെ. അപ്പോൾ ഇത്രയും നല്ലൊരു ഇറക്കം ഇറങ്ങിയിട്ട് തിരിച്ചിത് വന്ന് CPR ലെവലിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നൊരു സെല്ലിങ് വരാൻ നല്ല ചാൻസാണ്. ഇവിടെ നോക്കി CPR മുകളിൽ കയറി പെട്ടെന്ന് ഇവിടുന്ന് 3,557 എന്നത് 3,535 വരെ വന്നു. വീണ്ടും തിരിച്ച് CPR ലെവലിൽ കയറി വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് ഗോൾഡിൻ്റെ വരെ. നമ്മൾ നേരത്തെ ബിറ്റ്കോയിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പം ഈ ഒരു ഡൗൺ ട്രെൻഡ് മുകളിലോട്ടാണെന്നെങ്കിൽ നോക്കി ഇപ്പം ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഇന്ന് മാർക്കറ്റില്ല. അപ്പോൾ ഇത്രയും ഹൈയിൽ പോയിട്ട് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് തന്നെ. ഒരു മിനിറ്റ്, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഇങ്ങനെ വന്ന ഈ CPR കട്ട് ചെയ്താൽ ഉറപ്പായിട്ട് ഇവിടുന്ന് ബൗൺസ് ആവും. ഇത് ഇങ്ങനെ ബൗൺസ് ആവും. അപ്പോൾ ഈ ഒരു രീതി, അതായത് ഹൈയിൽ പോയിട്ട് നല്ല ഹൈയിൽ പോകണം. അതായത് ഇവിടെ നോക്കിയാൽ നല്ല ഒരു ഹൈയിൽ പോയിട്ട് ഇങ്ങനെ വന്ന് CPR കട്ട് ചെയ്താൽ ഉറപ്പായിട്ട് ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് കയറാനൊരു ചാൻസ് ഉണ്ട്. അതുപോലെ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പം ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ താഴോട്ട് പോയി ഒരു നല്ല ലെവലിൽ പോയിട്ട് മേലെ കുത്തനെ ഒരു കയറ്റം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ CPR മുകളിൽ വന്നാൽ ചിലപ്പോൾ CPR മുകളിൽ ഇച്ചിരി കയറിയാലും ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കുത്തനെ ഇറങ്ങും. പിന്നെ ആയിരിക്കും ഒരു അടുത്ത മൂവ്മെൻറ്റ് മേപ്പോട്ട് കിട്ടുന്നത്. ഈ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടാൽ ഈ CPR മുകളിൽ വെച്ച് ഒരു എൻട്രി എടുക്കുക. അതുപോലെ താഴോട്ട് ഹൈയുടെ റേഞ്ചിൽ നിന്ന് താഴോട്ട് വന്നാൽ ഈ CPR താഴെ വന്നാൽ ഈ റേഞ്ചിൽ നമുക്കൊരു ചാൻസ് എടുക്കാം. ഇവിടെ എടുത്തിട്ട് നമ്മൾ, പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം. ഇതുപോലെ നല്ലൊരു ഹൈ പോയതിനു ശേഷം കുത്തനെ വരെ ഇറങ്ങുക. ഇഷ്ടംപോലെ ഇറങ്ങാറുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കിയാൽ പല സമയത്ത് നമുക്ക് അങ്ങനത്തെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഈ ഒരു രീതി മനസ്സിലാക്കിയെടുക്കുക. പിന്നെ നമ്മൾ നല്ലൊരു അപ്പ് ട്രെൻഡിൽ പോയ ഇതിപ്പോൾ ഡൗൺ ട്രെൻഡാണ്, ഇതിപ്പോൾ ഒരു അപ്പ് ട്രെൻഡാണ്. ഇത് അപ്പ് ട്രെൻഡിൽ പോയി. ഇപ്പം എക്സാമ്പിൾ ഇതിന് തിങ്കളാഴ്ച ഇത് 3600 ഒരു ഹൈ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ CPR നമുക്ക് ആ ഹൈ അവിടെ കാണാൻ പറ്റും അടുത്ത ദിവസം ഈ ഹൈ. അപ്പോൾ ഇതൊരു ഹൈയെ അതിനുശേഷം റെസിസ്റ്റൻസ് ഈ ലെവലൊക്കെ ആണെങ്കിൽ നാളെ ഈ ഷെയർ ഇവിടുന്ന് ഇങ്ങനെ ഒരു മിനിറ്റ് തിങ്കളാഴ്ച വന്നിട്ട് ഈ ഷെയർ ഇതിപ്പം ഹൈ അടിച്ചു, ഇവിടെ ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഇതിങ്ങനെ വന്നിട്ട് ഇതിന് മുകളിൽ കയറി ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ഇതിറങ്ങിയാൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാം. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ CPR-നകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ ഇപ്പം ഇത് മൂവ്മെൻറ്റ് താഴോട്ടായിരുന്നു, താഴോട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോയിട്ട് ഇങ്ങനെ ക്ലോസ് ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു ലോ അടിച്ചിട്ടുണ്ട്. അപ്പം ഈ ലോ അപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെ, അത് പിറ്റേ ദിവസം അടുത്ത ദിവസം ഈ ലോയുടെ താഴോട്ട് വന്നിട്ട് ഇടായിട്ട് തിരിച്ച് കയറിയാൽ ലോയുടെ പ്രീവിയസ് ഡേ ലോയും ആകാം, S1 റേഞ്ചിൽ ഇങ്ങനെ കയറാനൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പം ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ CPR മാത്രം വെച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പം നമുക്ക് CPR-നകത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡിക്റ്റീവ് ചാനലോട് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാക്സാൽഗോയുടെ പ്രൊഡിക്റ്റീവ് ചാനൽ അതോടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ നല്ല ക്ലിയർ ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റും. ഇപ്പം ഇത് തലേദിവസത്തെ പ്രൊഡിക്റ്റീവ് ചാനൽ ഇങ്ങനെ ഈ 4-5 ലൈനാണ് ഈ വന്നിരിക്കുന്നത്. പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് സപ്പോർട്ടും ഇത് ആവറേജും അതിന് മുകളിലുള്ള ഈ ഗ്രീൻ കളറ് റെസിസ്റ്റൻസ് ലെവലും. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്കിപ്പം ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ഒന്നും വരാതെ തന്നെ ഇതിനകത്ത് ചാൻസ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിപ്പോൾ താഴെ ക്ലോസ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ലോയ് വന്നിട്ട് തിരിച്ച് കയറി വന്ന് പ്രൊഡിക്റ്റീവ് ചാനലിലെ ഹൈയുടെ അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. 3556 റേഞ്ച് സെല്ലെടുത്താൽ നമുക്ക് $10 പ്രോഫിറ്റ് കിട്ടുന്നത്. വീണ്ടും തിരിച്ചത് കയറി വന്ന് ഈ VWAP ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടിട്ട് VWAP ഈ ബ്ലാക്ക് കളർ VWAP-ആണ്. അപ്പോൾ ഇത് തലേദിവസം നല്ലൊരു അപ്പ് ട്രെൻഡ് കാണിച്ചു, അതിന് ശേഷം പിറ്റേ ദിവസം ഇതിനകത്ത് മൂവ്മെൻറ്റ് പ്രീവിയസ് ഡേ ഹൈയിലോട്ട് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ ട്രേഡ് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് ചാൻസ് കിട്ടുമെന്ന്. പ്രൊഡിക്റ്റീവ് ചാനൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഹൈയെ വരുമ്പോൾ സെല്ല് ചെയ്യാം. അതായത് ഇവിടെ നോക്കി കുത്തനെ ഒരു മൂവ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം വരുമ്പോൾ ഹൈയുടെ അവിടുന്ന് സെല്ല് ചെയ്യാം. ഇവിടെ സെല്ല് ചെയ്താൽ നമുക്ക് $10 വീണ്ടും തിരിച്ച് ഹൈയുടെ മുകളിൽ പോകുന്നുണ്ട്. ഹൈയുടെ മുകളിൽ പോകുമ്പോൾ നമുക്ക് ചാൻസ് വീണ്ടും സെല്ലിങ് ചെയ്യണം. അപ്പം 2 പ്രാവശ്യം ചാൻസ് ഉണ്ട്. അതിന് ശേഷം തന്നെ ഇവിടെ കണ്ടോ കുത്തനെ കയറിപ്പോയി. കുത്തനെ കയറി പോകുമ്പം ഇങ്ങനെ കുത്തനെ കയറി പോകുന്ന സമയത്ത് അടുത്ത ഒരു പ്രൊഡിക്റ്റീവ് ചാനൽ ഫോം ആയെങ്കിൽ ആ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈ റേഞ്ചിൽ പോകുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ഇവിടെ നമ്മൾ ഹൈയുടെ റേഞ്ചിൽ പോയി ചാൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 85 എന്നൊരു 71 ഇവിടെ $10 നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കുത്തനെ കയറി അടുത്ത പ്രൊഡിക്റ്റീവ് ചാനൽ ഫോമായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇത് കുത്തനെ നല്ല രീതിയിൽ കയറിയതാ. അപ്പോൾ ഇതിൻ്റെ ഹൈയുടെ റേഞ്ച് വന്നാൽ വീണ്ടും നമുക്ക് ചാൻസ് കിട്ടും. അതല്ല ഇതിനിടയിൽ വെച്ചെടുത്ത് ഇപ്പം നല്ല ഹൈ ആയിട്ടാണ് ഈ റേഞ്ചിൽ നിന്ന് വേണമെങ്കിലും ആവറേജ് റേഞ്ചിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഥവാ എടുത്തെങ്കിൽ ഇവിടെ നോക്കി 3598 എന്നത് 3573 വരെ വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം മൂവ്മെൻ്റ് അല്പം കുറഞ്ഞു, തിരിച്ച് വീണ്ടും കയറി ഇവിടെ താഴോട്ട് ഇവിടെ ഒരു ഹൈ അടിച്ച് തിരിച്ച് താഴോട്ട് വരുമ്പോൾ അടുത്ത പ്രൊഡിക്റ്റീവ് ചാനൽ താഴെ ഫോം ആകുന്നുണ്ട്. അപ്പോൾ താഴെ ഫോം ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ലോ ലെവലിൽ വന്നാൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇത് ഈ VWAP-ന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിനകത്ത് അപ്പ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? ഇത് VWAP-ആണ്. VWAP-ന് മുകളിൽ കണ്ടിന്യൂസ് ട്രേഡ് നിൽക്കുന്നത് അപ്പ് ട്രെൻഡാണ്. അതുപോലെ VWAP-ന് താഴെ പോകണമെങ്കിൽ ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ VWAP-ൽ ഇവിടെ
ഇടയ്ക്ക് VWAP കാട്ടി. ഇപ്പം ഇന്ന് നമ്മൾ മോർണിംഗിൽ നമ്മൾ 7-8 മണിയൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ ഗോൾഡ് പ്ലസ്സിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഈ ചാൻസ് കൂടുതലും പ്ലസ്സിൽ പോകാനായിരിക്കാം കൂടുതലും. പക്ഷെങ്കിൽ ഇതുപോലെ റീട്രേസ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പ്രെഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് അല്ലെങ്കിൽ CPR വെച്ചിട്ടോ നമുക്ക് നല്ല രീതിയിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഗോൾഡിൻ്റെ ആണ്. നമുക്ക് ഇവിടെ നോക്കിക്കോ, ഇവിടെ നല്ലൊരു മൂവ്മെന്റ് അപ്പിലോട്ട് വന്നിട്ട് താഴെ ക്ലോസ്. അപ്പം നോർമൽ നമ്മൾ CPR വെച്ചാണെങ്കിൽ നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ നോക്കും. പക്ഷെ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല. അപ്പോൾ നമുക്ക് മൂവ്മെന്റ് ഇല്ലാന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളവിടെ പ്രൊഡക്റ്റീവ് ചാനൽ ഇട്ട് നോക്കുക. പ്രൊഡക്റ്റീവ് ചാനൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കും. ഇവിടെ പ്രൊഡക്റ്റീവ് ചാനൽ ഇടുമ്പം പ്രൊഡക്റ്റീവ് ചാനലിൻ്റെ ഹയർ ലെവലിൽ വരുന്നില്ല, നേരെ കുത്തനെ പോകുന്നുണ്ട്. അപ്പം ഇത് പോയി കഴിയുമ്പോൾ ഇതുകൊണ്ട് വൺ സൈഡ് മൂവ്മെന്റ് ആവുന്നത്. അപ്പോൾ പെട്ടെന്ന് അടുത്ത പ്രൊഡക്റ്റീവ് ചാനൽ വന്നു, അതിന് ശേഷം പെട്ടെന്ന് വീണ്ടും അടുത്ത പ്രൊഡക്റ്റീവ് ചാനൽ ഫോമായി. അപ്പോൾ ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം പ്രൊഡക്റ്റീവ് ചാനൽ ഇങ്ങനെ 1-2 പെട്ടെന്ന് ഫോം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ ലെവലിൽ നിന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഇത് ഇവിടുന്ന് ഹെവി മൂവ്മെന്റ് ആണ് അത് തരുന്നത്. 3561 എന്നത് 3510 വരെ വന്നു. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് എവിടെയെങ്കിലും തിരിച്ച് നമുക്ക് നല്ല ചാൻസ്, ഇവിടെ നല്ല ചാൻസ് തരുന്നുണ്ട്, അവിടുന്ന് കയറിയും പോകുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ചാനൽ നമുക്ക് യൂസ് ചെയ്ത് പിന്നെ ഇതൊന്ന് ഇവിടെ ഈ സ്ഥലമായി കഴിയുമ്പോൾ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റീവ് ചാനൽ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഇത്രയും കുത്തനെ മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ CPR ലെവലിൻ്റെ മുകളിൽ പോയാൽ നമുക്ക് ചാൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ CPR ലെവലിൻ്റെ മുകളിലത്തെ ചാൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രൊഡക്റ്റീവ് ചാനലിനെ ഹയർ ലെവൽ കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡബിൾ കൺഫർമേഷനെ താഴോട്ട് ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും തിരിച്ച് ആ ലെവലിൽ വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ വീണ്ടും അടുത്ത ദിവസം ഇവിടെ നിന്നുള്ള ഒരു തലേദിവസത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റീവ് ചാനൽ തന്നെയാണ് ഫുൾ ഡേ ട്രേഡ് ആകുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം. ആ പ്രൊഡക്റ്റീവ് ചാനൽ ലോവർ ലെവലിൽ വരും, ഹയർ ലെവലിൽ പോകും, വീണ്ടും തിരിച്ച് ലോവർ ലെവലിൽ വരും, പിന്നെ അവിടുന്ന് ഹയർ ലെവലിൽ പോകും. അങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നോക്കിയിരുന്ന് ചാൻസ് എടുക്കണം. അപ്പം നോർമൽ ഈ CPR വെച്ചിട്ടും ഈ പ്രൊഡക്റ്റീവ് ചാനൽ വെച്ചിട്ടും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ VWAPയിൽ സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. അപ് ട്രെൻഡിലാണെങ്കിൽ അത് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ പോകുന്നതാണെങ്കിൽ ഇത് VWAP ആണ്. ഈ VWAP വന്ന് ടച്ച് ചെയ്യാനൊരു സാധ്യത, ടച്ച് ചെയ്യുക ചിലപ്പോൾ താഴെ ട്രേഡായിട്ട് വീണ്ടും തിരിച്ച് കയറി പോകും. നമ്മളപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കരുത്. എടുക്കുന്നതിന് കുഴപ്പമില്ല, നല്ല അപ് ട്രെൻഡിലാണ്, തിരിച്ച് കയറി പോകും. പക്ഷെ ചിലപ്പോൾ തിരിച്ച് താഴോട്ടൊക്കെ വരും, വന്നിട്ട് തിരിച്ച് കയറി ഇതിൻ്റെ ഈ VWAPൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ക്രിപ്റ്റോയിലും ഇതിലുമൊക്കെയാണ് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഞാൻ നോർമൽ എക്സിനസ് എന്ന് പറയുന്ന ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ത്രൂവിൽ ചെയ്യാൻ പറ്റുന്ന ലിങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ ഇരുന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഗൾഫിലുള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ. ഗൾഫിലുള്ള ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്തോടെ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ പേയ്മെൻറ്റ് പൈസയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൈസ കളയുന്ന ആൾക്കാരുണ്ട്, പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. പക്ഷേ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്, അത് യൂസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഇത് യൂസ് ചെയ്യുക, അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യുക. ഇപ്പം ഇവിടെ പ്രൊഡക്റ്റീവ് ചാനലിനെ നമ്മളിവിടെ ഇൻഡിക്കേറ്ററിനകത്ത് പ്രൊഡക്റ്റീവ് ചാനൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ലക്സാൽ കൂടെ വരും. അതിനകത്ത് ഒരു ചേഞ്ചസും ചെയ്യേണ്ട കാര്യമില്ല, അതിനകത്ത് കിടക്കുന്ന അതേപോലെ കിടക്കട്ടെ, അതിനകത്ത് ഡിഫോൾട്ടായിട്ട് കിടക്കുമ്പോൾ തന്നെ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം അത് വെച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പൈസ ഇതിനകത്തുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് മതി. ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സെയിം ഡേ തന്നെ ഒരു 5-10 രൂപ 10-20,000 രൂപ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ട്രേഡിങ് ചെയ്യാൻ അറിയണം, കാര്യങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട എക്സിനസിൽ ഓപ്പൺ ചെയ്യേണ്ടവർക്ക് ഇതിനകത്ത് താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ ലിങ്കിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ട്രേഡ് എടുക്കുന്നവർ മാത്രം എടുക്കുക, അതിൽ ചുമ്മാ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരെ അതിനകത്ത് റിക്വസ്റ്റ് തന്നാൽ ഇതിൽ ഞാൻ ഇത് ചെയ്യിപ്പിക്കാം. അതിനകത്ത് എന്തായാലും ഡെയിലി 2-3 കോൾ കൊടുക്കും. നല്ല കോള്, ഏകദേശം നല്ല ചാൻസ് ഉള്ള കോൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. കൂടുതലും ഗോൾഡ്, US ഓയിലൊക്കെയാണ് കൊടുക്കുന്നത്. ബിറ്റ്കോയിനും എതീറിയം വല്ലപ്പോഴൊക്കെ കൊടുക്കും. പക്ഷേ ഗോൾഡിൻ്റെ എന്തായാലും ഗോൾഡും US ഓയിലും ഒക്കെ ഡെയിലി മിക്കവാറും ചാൻസ് കൊടുക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരെ വന്ന് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് റിക്വസ്റ്റ് ഇട്ട് തന്നാൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു ട്രേഡാകാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.